ഇങ്ങനെ തുറന്നു പറയാനുള്ള കാരണം മറ്റൊന്നാണ്. നമുക്ക് വരുന്ന കോളിൽ 50 വയസ്സും 55 വയസ്സും കഴിഞ്ഞവരുടെ ശബ്ദം ഇടറിയതാണ്. അവർ നമ്മളെ വിളിക്കുമ്പോൾ വിങ്ങിപ്പൊട്ടാറുണ്ട്. ഇന്നിപ്പോൾ ഭൂരിഭാഗം പ്രവാസികളും കിട്ടുന്ന തുകയുടെ കുറച്ച് ക്യാഷ് അവനവന് വേണ്ടി മാറ്റിവെക്കണം എന്നുള്ള ചിന്തയിലേക്ക് മാറിയിട്ടുണ്ട്. അതൊരു പക്ഷേ ഒരുപാട് ഇൻഫ്ലുവൻസിൻ്റെയും അല്ലെങ്കിൽ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലും ഒക്കെ കാണുന്ന പല വീഡിയോയുടെയും അടിസ്ഥാനത്തിലായിരിക്കും. എന്നാലും വലിയൊരു മെസ്സേജ് തന്നെയാണ് ഇങ്ങനെയുള്ള ആളുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഭാവി ജീവിതം സുരക്ഷിതമാക്കുക എന്നുള്ള ചിന്ത തീർച്ചയായിട്ടും വലിയതാണ്. പലരും ഇന്നും പറയുന്നുണ്ട്, പ്രത്യേകിച്ച് പല യുവാക്കളും പറയുന്നുണ്ട്, ഇന്നത്തെ ജീവിതം അടിച്ചു പൊളിച്ചിട്ടല്ലേ പിന്നത്തെ കാര്യമാണ്. പിന്നത്തെ കാര്യം പോലെ ഇന്നത്തെ കാര്യവും പ്രധാനമാണ്. പക്ഷേ ഇന്നത്തെ കാര്യം പോലെ പിന്നത്തെ കാര്യവും പ്രധാനമാണ്. ഇന്ന് എന്തുണ്ടാക്കി എന്നതിലുപരി നാളത്തേക്ക് വേണ്ടി എന്തു മാറ്റിവെച്ചു എന്നുള്ള ചോദ്യവും പ്രധാനപ്പെട്ടതാണ്. പലരും അത് മനസ്സിലാക്കാതെ ഇന്നും നെട്ടോട്ടം ഓടുകയാണ്. പക്ഷേ ആ ഓട്ടം അവസാനിക്കുന്നൊരു ദിവസം വരും, അന്ന് നമുക്ക് കൈത്താങ്ങാവാൻ ആരും ഉണ്ടാകില്ല. അതുകൊണ്ട് ഇന്നത്തെ പോലെ തന്നെ നാളത്തെ കാര്യവും പ്രധാനമാണ്. ഇന്ന് വരുമാനവും ഇന്ന് ആരോഗ്യവുമുള്ളപ്പോൾ അതിൻ്റെ വില മനസ്സിലാവില്ല. ഇങ്ങനെ തുറന്നു പറയാനുള്ള കാരണം മറ്റൊന്നാണ്. നമുക്ക് വരുന്ന കോളിൽ 50 വയസ്സും 55 വയസ്സും കഴിഞ്ഞവരുടെ ശബ്ദം ഇടറിയതാണ്. അവർ നമ്മളെ വിളിക്കുമ്പോൾ വിങ്ങിപ്പൊട്ടാറുണ്ട്. സംസാരിക്കുമ്പോൾ വാക്കുകൾ മുറിഞ്ഞു പോവാറുണ്ട്. കാരണം അവർക്കിനി അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ഞങ്ങളെ വിളിച്ചിട്ട് ഒരു ഫിനാൻഷ്യൽ പ്ലാൻ സെറ്റ് ചെയ്ത് തരാമോ എന്ന് ചോദിക്കുന്ന 55 വയസ്സുള്ള ആളിനോട് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് അങ്ങോട്ട് തിരിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് മറുപടിയില്ല. കാരണം ലോണാണ് സാറേ 90%, ബാക്കി കടങ്ങളുമുണ്ട് എന്നുള്ളതാണ് അവരുടെ ഉത്തരം. ഇതിൽ നിന്നും എങ്ങനെ ഊരാമെന്ന് ചോദിക്കുമ്പോൾ ഊരാൻ കഴിയാത്തൊരവസ്ഥയാണ് പലരും. അതുകൊണ്ട് ദയവ് ചെയ്ത് ചെറുപ്പത്തിൽ കാശുണ്ടാക്കാൻ സാധിക്കുമ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ അതിൻ്റെ വില അറിയാതെ പ്രവർത്തിക്കാതെ പോകരുത്. തീർച്ചയായിട്ടും നമുക്ക് മുന്നിൽ സഞ്ചരിച്ചവർ തന്നൊരു മെസ്സേജ് ഉണ്ട്. വീട് വെച്ചു, കാറ് വാങ്ങിച്ചു, അതാവരുത് ജീവിതം. സ്വന്തം നിലയിൽ സ്വന്തം ക്യാഷ്, സ്വന്തം കുടുംബം എന്നുള്ള ചിന്ത അത്യാവശ്യമാണ്. സൊസൈറ്റിയെ നോക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ നമുക്കൊന്നുമില്ലെങ്കിൽ, കുടുംബത്തിനൊന്നുമില്ലെങ്കിൽ പിന്നെ സൊസൈറ്റി കൊടുക്കാൻ നമ്മുടെ ഇതിലൊന്നും ഉണ്ടാവില്ല സുഹൃത്തുക്കളെ.